ജിത്തു എനിക്ക് 25 ദിവസം 8 പാട്ടുമാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഉള്ളത്. അപ്പം നമ്മൾ 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാൻ അകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്നതിന് വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതിൽ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല ആൽബത്തിൽ. പിന്നെ പാട്ടബിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ 2 പേരും ഇരുന്ന് ഓരോ ആൾക്കാർ തപ്പം ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാട പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹമായിരുന്നു. ബാസിയുടെ ജാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മഞ്ഞുമല്ല് വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം ഇതിൽ നോക്കുമ്പോൾ ഡബ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ടാക്കി ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ അവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റെയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. അതാണ് കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്ത് ഇതേപോലെ പാടണം എന്ന് ചോദിച്ച് ഇതിൽ നിന്ന് ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് അമരേട്ടന്റെ പടത്തില് അമരേട്ടനോടൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, ഒരു പാട്ട് പാടിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഇന്ന് സുഷിനോട് ചോദിക്കാറുണ്ടോ ബാസി? അതെ, എനിക്ക് അവന്റെ ജാട ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി എന്ന് പറഞ്ഞപ്പോ ഒന്ന് പാടിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും പഠിപ്പിക്കും. കുറെ കാര്യങ്ങളാണ് കുറച്ചുകൂടെ രോമാഞ്ചം എന്ന് പറയുന്നത്. ഒരു വീട് ചുറ്റിപ്പറ്റി എങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സും ഭയങ്കര പ്രൊഡക്ഷൻ തന്നെ ഭയങ്കരമായിട്ട് വലിയൊരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ സിനിമയിൽ ഇത്ര വലിയൊരു സ്റ്റേജ് വരുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പരിപാടി? അല്ലതാ കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വന്നത്. രോമാഞ്ചത്തിന് അതായിരുന്നു ആവശ്യം, അതുകൊണ്ട് രോമാഞ്ചം അങ്ങനെ എടുത്തു. ആവേശത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു സ്കെയിലാണ് ആവശ്യം, അങ്ങനെയാണ് കഥ പറയുന്നത്. അതിൻ്റെ സിറ്റുവേഷനും ക്യാരക്ടേഴ്സും പുരോഗമിക്കുന്ന രീതിയും ലൊക്കേഷനും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നാച്ചുറലി അതങ്ങനെ ഒരിതായിട്ടുള്ളത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് വെച്ചാൽ നമ്മളൊരു ദിവസം ഒരു സിനിമ ഒരുമിച്ചല്ലോ എടുക്കുന്നത്, ഒരു ഷോട്ട് ചെയ്ത് എളുപ്പമാണത്. ഇത് കേട്ടോ, തമിഴ് സിനിമയ്ക്ക് ഒരു മാരി പോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു രംഗയായി മാറും. മലയാള സിനിമയ്ക്ക് ഉറപ്പായിട്ടും രംഗയായിട്ട് മാറും. ജിത്തു, ഇപ്പോൾ നമ്മുടെ തമിഴിലും തെലുങ്കിലൊക്കെ നമ്മൾ ടൈറ്റിൽ കാർഡ്സ് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ചെയ്യാൻ എഴുതി വരുന്ന പോലെ മലയാളത്തിൽ അങ്ങനെയില്ല. അപ്പോൾ ആവേശത്തിൽ അങ്ങനെ ഫാഫയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ടാവും. അതൊക്കെ പടം കാണുമ്പോൾ ഫാഫയ്ക്ക് എങ്ങനെ ടൈറ്റിൽ എന്നൊക്കെ ഉള്ളത് പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും ഫാൻസിനെ സെലിബ്രേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഒരു ടൈറ്റിൽ അങ്ങനെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ തിയേറ്റർ ഡിസൈനിന് എളുപ്പമായിരിക്കില്ല. അതൊന്നും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യണ്ട, സിനിമ സെലിബ്രേറ്റ് ചെയ്യാൻ. ഒരു നിലവിളിയിലൂടെയും ഓട്ടത്തിലൂടെയും സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർത്തിയ ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോൾ അതേ ഒരു ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ചേട്ടാ, ഒരു നിലവിളിയിലൂടെയും ഓട്ടത്തിലൂടെയും സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർത്തിയ ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോൾ അതേ ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കുമോ? ഉറപ്പായിട്ടും. ഞാനിപ്പോൾ ചെയ്തതിൽ വെച്ച് എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടറാണ് ആവേശത്തിൽ ഞാൻ ചെയ്യുന്നത്. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാളൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. മുൻപ് ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്.